പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ റെഡ് പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും 4 കവറിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ 4 പിന്നെ അതിൻ്റെ മുൻപ് ഇത് 4 8 ചെടിയായിട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണിത്. ഇതിപ്പോൾ കൊണ്ട് നമ്മൾ നട്ടിട്ടുള്ളൂ കേട്ടോ. ഈ കുറച്ച് ഈ കാലിവളം, പിന്നെ അത് കുറച്ച് എല്ലുപൊടി, പിന്നെ കുറച്ച് വെണ്ണീർ, അതായത് ക്ഷാരം എന്ന് പറയും, അതും ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ടാണ് തൊട്ട് കേട്ടോ ഇത്. പിന്നെ നമുക്ക് വേറൊരു പുതിയൊരു ചെടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഈ ഒരു വെള്ള സൈഡ് ഇപ്പോൾ ഇത് കളറ് നല്ലൊരു കളറായിട്ട് വരും കേട്ടോ. നമ്മൾ ഈ വെയിലില്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ ഒരു കളറായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ കാണിച്ചാണിത് മുളകും വഴുതനങ്ങയും ഒക്കെ നല്ല തൈകളായിട്ടുണ്ട് കേട്ടോ. മുളക് ചെടിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടീനിയം നട്ടിരുന്നു. അടീനിയത്തിൻ്റെ ഒന്നും തൈ ആയിട്ടില്ല, മുളച്ച് വന്നിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാക്കി. റെഡ് പ്ലാന്റ് കുറച്ച് എക്സ്പെൻസീവ് പിടിച്ച ചെടിയാണ് കേട്ടോ. ഇവിടെ അടുത്തൊന്നും കിട്ടാനില്ല. ഉള്ളിടത്ത് ഇത് നല്ല ഉണ്ടാവും ചെയ്യും, പക്ഷേ നമുക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട് ഇത് കൂട്ടുകാരൻ്റെ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇങ്ങനത്തെ 2 കഷ്ണമാണ് കിട്ടിയത്. അപ്പോൾ അത് ഇവിടെ നട്ട് ഇപ്പോൾ വലുതായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്രയും വലുപ്പമായിട്ടുണ്ട്. ആദ്യം നമ്മളൊരു പീസ് വെച്ചതാണിത്. അതിൽ ഒക്കെ തൈ നല്ല പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നനച്ച് കൊടുക്കണം. കുറച്ച് യൂറിയ പാർട്ടിമേഴ്സൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് പെട്ടെന്നൊരു തൈകളാക്കി എടുക്കാറുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പീസ് കിട്ടും കേട്ടോ. അപ്പോൾ അടിഭാഗത്തു നിന്ന് അത് വീണ്ടുണ്ടാവും. ഇത് പെട്ടെന്ന് ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ. അത് വെച്ചാൽ നമുക്ക് കിട്ടാനില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് പീസുകൾ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ചെറുതാകുമ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് കേട്ടോ. ഇതിൽ ഇപ്പോൾ നമ്മൾ 4 പീസ് കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ മുൻപ് ഇപ്പോൾ 4 എടുത്തിപ്പോൾ 8 പീസായിട്ടോ. അപ്പോൾ ഇതിൽ 4 ചെടിയുണ്ട്. അപ്പോൾ 4 4 8 4 12 ചെടിയായി. നമ്മൾ 4 എണ്ണം കട്ട് ചെയ്തിട്ടിപ്പോൾ 12 ചെടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറന്നു പോകില്ല. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെടീൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് പറയുന്നത്. നമ്മൾ ഇതിവിടെ ഇലച്ചെടിയാണ് കേട്ടോ. ഈ ഇലച്ചെടി നട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു പൂവ് നമ്മളെ ഈ മുറ്റത്തൊക്കെ എപ്പോഴും ഇങ്ങനെ പൂവ് വിരിഞ്ഞിക്കണമായിരുന്നു ഇങ്ങനെ നമുക്കൊരു ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇലച്ചെടിയാണ് ഒരു കണക്കിന് പൂവിൻ്റെ നാട്ടിൽ നല്ലത്. നമ്മളതിന് വലിയൊരു കെയറിങ്ങും വേണ്ട കേട്ടോ. ഇവിടെ കുറ്റിക്കുരുമുളക് ഉണ്ട് കേട്ടോ. കുറ്റിക്കുരുമുളക് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടണതാണ് കേട്ടോ. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. അത് നമ്മളിവിടെ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വലിയൊരു ചട്ടിക്ക് വലിയ ഗ്രോ ബാഗ് എന്തൊക്കെയായിക്കോലെ മാറ്റണം, അല്ലെങ്കിൽ ഇത് വളർച്ചനെ ബാധിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇലച്ചെടിയാണ് ഇവിടെ. അതിലൊരു തക്കാളിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ കുറ്റിക്കുരുമുളക് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിന്മേൽ കണ്ടില്ലേ, ഇത് ഒരു പുതിയൊരു കുരുമുളകാണ് കേട്ടോ. ഇതിന്മേൽ ഒരു തോക്കുമ്പോൾ തന്നെ അനേകം ബ്രാഞ്ചുകൾ ഉണ്ടായ ടൈമിലൊക്കെ കുരുമുളക് ഉണ്ടാകണ അതാണ് ഇത് 2 കേട്ടോ. നമുക്ക് ഇനി അതിന് ഒന്ന് വളം ഇട്ട് കൊടുത്തിട്ടില്ല, ഒന്ന് വളം ഒക്കെ ഇട്ട് ലെവലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ റോസിൻ്റെ പൂവ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റോസ് അങ്ങനെ പൂവ് ഏകദേശം അങ്ങനെ തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തെച്ചി, ഈ ഇലച്ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഇലച്ചെടി നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളെ മുറ്റത്ത് ഇങ്ങനെ പൂവ് വിരിഞ്ഞിക്കണ ഒരു ഫീല് തോന്നും കേട്ടോ. കണ്ടില്ലേ, അതൊക്കെ ഒരു പൂവ് ഇങ്ങനെ വിരിഞ്ഞിക്കണ ഒരു ഫീൽ. ഇത് പല കളറുമായിട്ട് ഇനിയിപ്പോൾ വരുന്നത് ചിലപ്പം പച്ച ആയിക്കാരം, ചിലപ്പോൾ റെഡ് ആയിക്കാരം, അങ്ങനെ പല വിധത്തിലുള്ള കളറും ഇതിനുണ്ടാവും കേട്ടോ. ഇതൊക്കെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊരു പിരിഞ്ഞിട്ട് ഇതിനും തന്നെ പല കളറുകളും ഉണ്ടാവും. ഈ ഇലച്ചെടിക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളിത് കണ്ടില്ലേ, ഇതൊക്കെ ചുവപ്പ് കളറായിട്ട് ഇങ്ങനെ
പൂവിട്ടിക്കണ ഒരു ഫീലാണ് നമുക്ക് തരിക. അതുപോലെ തന്നെ ഇതൊരു തെച്ചിൻ്റെ ഒരു മരമാണ്. ഇതൊരു മഞ്ഞ ഇലയാണ് കേട്ടോ. ഇപ്പോൾ പൂവുണ്ടായാലും അറിയില്ല, അതും മഞ്ഞയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിന്മേൽ ഒരു പൂവുണ്ടെന്ന് നമുക്ക് അറിയുള്ളൂ. ഇതിന്മേലൊക്കെ നിറയെ മൊട്ടുണ്ട്, പക്ഷേ നമുക്കത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴേ നമുക്കത് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ യൂഫോർബിയ ഉണ്ട്, അതും പൂവായിട്ടുണ്ട്. ഇതൊരു ഇലച്ചെടിയാണ്. ഇത് കണ്ടില്ലേ, ഇലച്ചെടി നമുക്ക് എപ്പോഴും ഈ ഇലച്ചെടിക്ക് പിന്നെ ഉള്ള പ്രത്യേകത ഇത് ഇങ്ങനെ പിന്നെ പൂവിട്ട് നിൽക്കണ ഒരു ഫീലാണ് നമുക്ക് തരാം കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ പിന്നെ ഒരു മഞ്ഞ പൂവ് വിരിഞ്ഞ് നിൽക്കണ കാര്യം നമുക്ക് തോന്നും. അങ്ങനെ എല്ലാ ഇലച്ചെടിക്കും അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ബിഗോണിയ കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു പൂവായിട്ട് ഇങ്ങനെ നിൽക്കണൊരു ഫീലാണ് തരുന്നത്. അതുപോലെ ഇത് ഇലച്ചെടിയാണ്. അതിൻ്റെ ആ ഇലയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇതുണ്ടല്ലേ, ആ കളറ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ട്. അതിൻ്റെ പിന്നെ ഉള്ളിലൊക്കെ ഇതിൻ്റെ ചെടികൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിവിടെ പോർച്ചിലൊക്കെ ബിഗോണിയ ഇതൊക്കെ ഇടയ്ക്ക് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പം ഇനിയിപ്പോൾ ഇത് കാണിക്കുന്നതിനൊരു പ്രസക്തി ഒന്നുമില്ല. ഇതുണ്ടല്ലേ, നമ്മളെ ഓർക്കിഡ് പിന്നെ പൂവ് വിരിഞ്ഞിട്ടുണ്ട്, ഒരു മഞ്ഞ കളറാണിത്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഇതിൻ്റെ ഒരു നീല കളറാണിത്, അതും ഇങ്ങനെ പൂവായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 കളറുണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഈ ഓർക്കിഡ് നമ്മൾ പിന്നെ കാണുന്ന മാതിരിയല്ല, ഇത് ഒരുപാട് 2, 3, 4 മാസമൊക്കെ അതിങ്ങനെ കേടുവരാതെ നിൽക്കും കേട്ടോ. അതാ നമ്മളെ ഈ ഒരു ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. ഏത് സമയത്ത് ഇത് പൂവായിരിക്കും ഓർക്കിഡ്. ഇത് പൂവ് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ 3, 4 മാസമൊക്കെ അത് ഉണങ്ങാതെ അങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ ഇവിടെ ബോൾസം ഉണ്ട് കേട്ടോ. ഇതുപോലെ ദൂരത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ആ കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് നല്ല കടുത്ത കളറാണ് കേട്ടോ, കടുത്തൊരു വയലറ്റ് കളറാണ്. ഇത് കുറച്ച് ലൈറ്റ് കളറ് വയലറ്റ്, പിന്നെ അത് റോസ്, പിന്നെ അത് വേറൊരു പിന്നെ ഇളം വയലറ്റ്. ഏകദേശം എല്ലാം പിന്നെ വയലറ്റ് റിയാറ്റിലാണ് ഉണ്ടാവുന്നത്. ഒക്കെ വയലറ്റിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ ഇതൊക്കെ ഇലച്ചെടികൾ നമ്മൾ ഒക്കെ തൈ പാകിയതാണ് കേട്ടോ. തൈ പിന്നെ കമ്പ് നട്ടിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കണതാണത്. കണ്ടില്ലേ, ഒക്കെ നമ്മൾ ചെറിയ കവറിൽ ഇതിങ്ങനെ നിറയെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ കവറിലാണ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കവറിൽ നിന്ന് നമുക്ക് ചട്ടിക്കാണ് മാറ്റിയാൽ മതി. ഇത് പിന്നെ നല്ലൊരു പിന്നെ ഇലച്ചെടിയാണിത്. നമ്മൾ പുറത്ത് ഇതിൻ്റെ ഒരു വലിയൊരു ചട്ടിയിൽ ഇത് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിൻ്റെ ഈ കളർ ചേഞ്ച് ആവുന്നത് കേട്ടോ. ഈ ഇലക്കുള്ള കളർ ചേഞ്ചൊക്കെ വെയിൽ കൊള്ളുമ്പോഴാണ് മാറുക. അതുപോലെ തന്നെ ഇവിടെ തക്കാളി ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തക്കാളി പിന്നെ ചെറിയ തക്കാളിയും വലിയ തക്കാളിയൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയ തക്കാളി. ഇത് നമ്മൾ മണിത്തക്കാളി എന്ന് പറയും. സലാഡിലൊക്കെ ഉപയോഗിക്കുന്ന തക്കാളിയാണ്. ഇത് കറിക്കൊന്നും അത് അങ്ങനെ എടുക്കില്ല. അതിന് നിറയെ തക്കാളിയാണ് കേട്ടോ. ഇതിൻ്റെ കമ്പ് നമ്മൾ വെള്ളത്തിൽ വേര് മുളിപ്പിച്ചിട്ട് വെച്ചാണിത്. നമുക്ക് തക്കാളി പിന്നെ വിത്തന്നെ പാണന്നൊന്നുമില്ല. ഇത് ഇങ്ങനെ പിന്നെ തക്കാളി ചെടി ഇങ്ങനെ ആക്കിയാലും മതി. ചെടീൻ്റെ കമ്പ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ഇതിങ്ങനെ വരും, പിന്നെ വേര് വരും. അപ്പോൾ കുഴിച്ചിടാം. ഇത് കുക്കുംബർ കണ്ടില്ലേ, കുക്കുംബർ നമുക്കൊരു കയറ് കെട്ടിയിട്ട് ഇവിടേക്ക് പടർത്താനായിട്ടുണ്ട്. അപ്പോൾ അത് പടർത്തി ഇതാക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പിന്നെ കാറ്റിനത് ഒടിഞ്ഞു പോകും. അതുപോലെ തന്നെ വെണ്ടക്ക, അതൊക്കെ കാലാവധി കഴിഞ്ഞാൽ കേട്ടോ. പടിയിൽ വേറെ ഉണ്ടാവണുണ്ട്. അപ്പോൾ നമ്മളൊരു മോള് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒന്നുകൂടി കായ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇത് യൂഫോർബിയാണ് കേട്ടോ. ഇത് ഒരു പ്രത്യേക ഒരു കളറാണിത്. നല്ല ചെറിയ, ഇത് എപ്പോഴും പൂവുണ്ടായിക്കൊണ്ടാണ് കേട്ടോ. ഏത് സമയത്തും അതിന് പൂവുണ്ടാവും. പിന്നെ ഇവിടെ നമ്മൾ ചീരൻ്റെ വിത്ത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ചീര വിത്ത്, ഒരു ചുവപ്പ് ചീരയാണ് കേട്ടോ. നല്ല കടും റെഡ് കളറാണിത്. പിന്നെ അതിൻ്റെ വിത്താണത്. അപ്പോൾ ചീരൻ്റെ നമുക്ക് വാങ്ങാനുള്ള ചീര നമ്മളിപ്പോൾ വിത്തൊന്നും പുറത്തുനിന്ന് വാങ്ങണില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ചീരൻ്റെ വിത്തൊക്കെ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുകയാണ് പതിവ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ചീരൻ്റെ വിത്ത് നമ്മളിവിടെ ഉണ്ടാക്കി. പച്ചക്കറി വിത്തൊക്കെ
നമ്മൾ തന്നെ ഇവിടെ വിത്ത് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് നമ്മളടുത്ത് ഇല്ലാത്ത വിത്തുകൾ മാത്രമാണ് വാങ്ങുന്നത്. പടവലത്തിൻ്റെ വിത്ത് ഉണ്ടായിരുന്നില്ല, അത് വാങ്ങി നമ്മൾ കുഴിച്ചിട്ടിട്ട് അത് മുളച്ചില്ല കേട്ടോ. പുറത്തുനിന്ന് വാങ്ങുമ്പോഴുള്ള പ്രശ്നം അതാണ്. നമ്മൾ ഇതൊക്കെ ചിലപ്പോൾ ഒരു പണിക്കാരൊക്കെ വിളിച്ചിട്ട് പിന്നെ കൂലിയൊക്കെ കൊടുത്ത് നമ്മളത് കുഴിച്ചിടും. അത് മുളക്കില്ല പറഞ്ഞാൽ ഭയങ്കര നഷ്ടം, ഒരു വമ്പിച്ച നഷ്ടമാവുക വരും കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് കഴിയണ പിന്നെ ഇത് വിത്തുകളൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ പിന്നെ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുന്നതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ ഈ ഇത്ര ഒരു നഷ്ടം വരില്ല. മറ്റേ നമ്മളൊരു പണിക്കാരെ വിളിച്ചിട്ട് തോടൊക്കെ കീറി അതൊക്കെ കുഴിച്ചിട്ട് പിന്നെ ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ വലിയൊരു നഷ്ടമായി മുളച്ചില്ലെങ്കിൽ വീണ്ടും ആ പണി നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. ഞാനിത് സ്വന്തമായിട്ട് ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് ആളെ വിളിക്കലൊന്നുമില്ല. നമ്മളെ വേറെ എന്തെങ്കിലുമൊക്കെ വലിയ പണി ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് ആളെ വിളിക്കുള്ളൂ. മറ്റേ ഫുള്ള് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവിധം പച്ചക്കറി നമ്മളെടുത്തുണ്ട്, അതുപോലെ തന്നെ ഒരുവിധം ചെടികളും നമ്മളെടുത്തുണ്ട് കേട്ടോ. ഇവിടെ തെച്ചിത് ഒരുപാട് ഇതുണ്ട്. ഞാൻ ഈ ചീരൻ്റെത് ഒരു അത്ഭുതമാണ് കേട്ടോ. ചീര ഓരോ ദിവസം വരുന്നിടത്തോളം നല്ല വലിപ്പം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഓരോപ്പോൾ ഇന്നലെ കാണിച്ച ആ ഒരു വലിപ്പമല്ല ഇന്ന് കാണുമ്പോൾ. അതുപോലെ തന്നെ നല്ലൊരു കളറാണ്, ഒരു കടുത്തൊരു റെഡ് കളറാണ് കേട്ടോ. നല്ല റെഡല്ല, ഇത് നല്ല പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പിന്നെ കറിക്കൊക്കെ എടുത്തിരുന്നു. അപ്പോൾ നല്ലതാണിത്, നല്ല ടേസ്റ്റുള്ള ചീരയാണിത്. അതുപോലെ തന്നെ അവിടെ മുളകുണ്ടാവണത്, മുളകുണ്ട്. അതുപോലെ ഇത് കണ്ടില്ലേ, ഈ ഒരു പിന്നെ ഈ ആമ്പലിൻ്റെ മാതിരിയുള്ളത് ഓയിലില്ല, എന്താ വാട്ടർ പോപ്പി എന്താണ് അതിൻ്റെ പേര്, എപ്പോഴും മറക്കുന്നത്. ഇതിന്നിപ്പോൾ ഒരു 5 പൂവുണ്ട്, അധിക ദിവസം ഇതിപ്പോൾ പൂവുണ്ടാകലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിന്നിപ്പോൾ ഒരു വലിയൊരു സന്തോഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു നീലത്താമരയാണ് കേട്ടോ. താമര വിരിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇനി നാളെ ശരിക്ക് വിരിയും കേട്ടോ. അതിൻ്റെ അടിയിലൊരു മുട്ടുമുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൊടുന്നിട്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ. പെട്ടെന്ന് എപ്പോഴും പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ നീലത്താമര കേട്ടോ. അപ്പോൾ നല്ല പൂക്കളാണ് ഇത് വരുന്നത്. ഇത് ഒരുപാട് ദിവസം നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് പിന്നെ നാളെ വിരിഞ്ഞ് നാളെ ഒരു വീഡിയോയിൽ ഞാനിത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോയിലും കാണാം. ഇത് വേണ്ടില്ല, ഇവിടെ ഒരു തൈ ഉണ്ടാകുന്നു. ഒരു തൈ ഇവിടെ നമ്മൾ ഇതിൽ ഒരുപാട് തൈകൾ വെച്ചിരുന്നു. പക്ഷേ ഈ ഒരു പിന്നെ 2 എണ്ണമാണ് ഇത് പിടിച്ചിട്ടുള്ളൂ, കൂടുതൽ പിടിച്ചില്ല. അതൊക്കെ പിന്നെ ഉണങ്ങി ചീഞ്ഞ് പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ അതിനകത്തായിട്ടില്ല, പെട്ടെന്ന് ഇത് അതാണ് അത്ഭുതം കേട്ടോ. ഏറിയ ഒരു മാസമായിട്ടില്ല, ഒരു 10 ദിവസം കൊണ്ട് ഇത് പൂവായിട്ടോ. നമുക്ക് ഈ താമരനെക്കാട്ടിലൊക്കെ നമുക്ക് പിന്നെ പെട്ടെന്ന് പൂവിട്ട ഇതാണ്. ഒരുപാട് ദിവസം നിൽക്കും. താമരക്ക് 1-2 ദിവസം കഴിഞ്ഞാൽ അതാണ്ട് അതിൻ്റെ വലിയ അങ്ങോട്ട് ചാടുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും. ഇതിലൊക്കെ താമരയാണ്. താമര നമ്മളൊന്ന് റീപോർട്ട് ചെയ്തപ്പോൾ ഒക്കെ നശിച്ചു പോയിട്ട് ഇനി പുതിയ താമരൻ്റെ വിത്ത് നമ്മൾ കൊടുന്ന് നദിയിൽ ഇടണം. വലിയ കുളത്തിലാണെങ്കിലും ഇതിൽ കുറച്ച് വള്ളി പിന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വള്ളി ഇതിൽ നമ്മൾ ഈ പിന്നെ എന്താണ് പറയുക, ഗപ്പിയാണ് ഇതിലുള്ളത് കേട്ടോ. ഗപ്പി ചെടി, പിന്നെ ഗപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിലിട്ടിട്ടുള്ളത്. ഒരുപാട് ഗപ്പിയുണ്ട്. നമ്മൾ ഈ ചണ്ടിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കാണാനായിട്ടാണ്. പിന്നെ അത് ക്ലീൻ ചെയ്യണമില്ല കേട്ടോ. അതാ ഇങ്ങനെ ഓടുന്നത് ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗപ്പി വലിയൊരു കളറുള്ളതൊന്നുമല്ല, എന്നാലും കാണാൻ ഭംഗിയുള്ള ഗപ്പികളും ഉണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ ഇത് ഗപ്പികളെ കാണുള്ളൂ. നമ്മൾ തീറ്റ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മീനിൻ്റെ തീറ്റ തന്നെയാണ് ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിക്കണുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഏതായാലും പിന്നെ ഇതിൽ പിന്നെ നല്ല വളർച്ച കിട്ടുന്നുണ്ട് എന്നാണ്. നമ്മളിപ്പോൾ അത് വെള്ളം ഇളക്കാനൊന്നും പോകണില്ല. ഇതിൽ കുറച്ച് വെള്ളം എന്നും ഇങ്ങനെ പിന്നെ അതിലടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ പിന്നെ അമ്പലക്കുളത്ത് വയ്ക്കുള്ള വെള്ളം എന്ത് ചെയ്യുന്നു മുക്കിയിട്ട് വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ഇതിലേക്ക് പിന്നെ നമ്മൾ പിന്നെ ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പിന്നെ ചെറിയ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അതിലിപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നു.
ഇത് കണ്ടോ, അത് വഴുതനങ്ങയാണ് കേട്ടോ. അത് നല്ല വലിയ വഴുതനങ്ങയാണ്. ഇവിടെയുണ്ട് മഞ്ഞ, ഇത് പഴുത്തിട്ടുണ്ട്. ഇത് വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയത് അവിടെയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് അങ്ങനെ പറിക്കാൻ മറന്ന അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ വിത്തിനായതാണ്, അല്ലാതെ നമ്മളിത് വിത്തിന് വെച്ചിട്ട് നിർത്തിയൊന്നുമല്ല. നമ്മളങ്ങനെ വിത്തിനിട്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ കുക്കുംബർ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കുക്കുംബറിൻ്റെ ഇടയിൽ നമ്മളിവിടെ ചീര ഉണ്ട്. നമ്മൾ പാകിയതല്ല കേട്ടോ. ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ മുളച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചീര വെച്ചപ്പോൾ അതിൻ്റെ വിത്ത് ചാടിയിട്ടുണ്ടായതാണിത്. അപ്പോൾ അതുകൊണ്ട് നനച്ച് അവിടെ നിന്ന് വളമൊക്കെ എടുത്തിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു വിത്തും വേണ്ട, അങ്ങനെയാണ് നനച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇതൊന്നും നമ്മൾ ആ ചുവപ്പ് നമ്മൾ നട്ടതാണ്. ഈ പച്ചയൊക്കെ ഇവിടെ അങ്ങനെ ഉണ്ടായതാണ്. അന്ന് ഇവിടേക്ക് നനക്കുകയാണെങ്കിൽ ഇതുപോലെ ചീരാൾ, ഇപ്പോൾ ഇത്ര വലിയ ചീരാൾ ഉണ്ടായിരുന്നത്. ഏതായാലും നല്ല വലുപ്പമുണ്ട്, നല്ല ചീര തന്നെയാണിത്. നമുക്ക് അത്യാവശ്യം ഒരു 3 മരട് പറിച്ചാൽ തന്നെ നമുക്ക് കട്ട് ചെയ്താൽ തന്നെ ഒരു കറിക്കുള്ള ചീര ഉണ്ടാവും. ഇവിടെ ഈ കുക്കുംബർ ഇത് വല്ലാതെ വലുതായിട്ടില്ല കേട്ടോ. അതിൻ്റെ അടുത്ത് ചീര ഉണ്ട്. ഇതൊക്കെ നമുക്കിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ പറിച്ചാൽ മതി. മരട് ഭാഗങ്ങളും പറിച്ചെടുക്കുക, പിന്നെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ മുളക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. മുളക് ഇത് കായ ഉണ്ടായാലൊരു കേടൊക്കെ വന്നിട്ട്, വെള്ളീച്ചൻ്റെ കേട് വന്നിട്ട് കായല്ലാതെ ഇങ്ങനെ എത്തി. ഇതൊക്കെ ഇപ്പോൾ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വളമൊക്കെ ചെയ്തിട്ട് അപ്പം അങ്ങനെ കുറേയൊക്കെ പൂവ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിമേലൊക്കെ ഈ കീടങ്ങൾ വന്നുകൊണ്ട് ഇങ്ങനെ തിന്നുകാണ്ട് പോവാണ് കേട്ടോ. അത് നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇതിമേലെ കണ്ടില്ല നമ്മൾ പത്തണിമുല്ല നമ്മൾ പാകിയത് അതിൽ 2 കളറെ കൊടുന്ന് വെച്ചാൽ, പക്ഷേ ഇതിലൊരു 4 കളർ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ വെക്കുമ്പോൾ തന്നെ ഉണ്ടായതാവുന്നത്. നമുക്ക് ഇതിൻ്റെ തണ്ട് കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ല, ഇതൊരു നല്ല കടുത്ത റെഡ് കളറാണ് കേട്ടോ. ഇതൊരു റോസ്, ഒരു വെള്ളയും കൂടി കൂടിയതാണ്. ഇത് മഞ്ഞയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 3 കളറ് നമുക്കിത് കണ്ടാൽ, ഇതിൻ്റെ തണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ ഇതിന്മേൽ ഉണ്ട്. ഇതൊക്കെ വേറെ പത്തണിമുല്ലകളാണ് കേട്ടോ. ഇവിടെ ഈ ബോഗൺവില്ല ഒരു ചെറിയൊരു കമ്പ് നട്ടിട്ട്, ചെറിയ കമ്പ് നട്ടിട്ട് അതിന്മേൽ ഉണ്ടായതാണ് ഈ ബോഗൺവില്ല കേട്ടോ. ഒരു ചെറിയൊരു കമ്പാണ് ഉണ്ടായപ്പോൾ തന്നെ. ഈ സീസണിൽ നട്ടാലോ അങ്ങനെ തന്നെ നമുക്ക് എത്ര ചെറിയ കമ്പാണെങ്കിലും അത് പൂവിട്ട് കിട്ടും കേട്ടോ. ഇതിലൊക്കെ പൂക്കളിങ്ങനെ ഉണ്ടാവണുണ്ട്. ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഫുള്ള് പൂക്കളാണ്. നമ്മൾ ബോഗൺവില്ല മാത്രമൊന്നുമല്ല, എല്ലാ ചെടികളും ഇപ്പോൾ പൂവിടുന്ന ഒരു സമയമാണല്ലോ. ഡിസംബർ കഴിഞ്ഞ് അപ്പോൾ ജനുവരിയിലൊക്കെ നല്ല പൂവുണ്ടാവണം. ഇപ്പോൾ 2-3 മാസം ശരിക്കും നല്ല പൂവുണ്ടാവും കേട്ടോ, എല്ലാ ചെടികളും. അപ്പോൾ ഞാനിത് കൂടുതലായിട്ട് ഈ വീഡിയോ നീട്ടി കൊണ്ടുപോകണില്ല കേട്ടോ. അവർക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്കും ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ചെടിയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് സബ്സ്ക്രൈബ് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ അവർക്കും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ചെടിയെപ്പറ്റി പുതിയ അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും അത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഉപകാരമാവും. ഞാൻ എൻ്റെ അറിവുകൾ ഇതിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയും തരും കേട്ടോ. പിന്നെ ഇവിടെ ആന്തൂറിയം കണ്ടില്ല. ആന്തൂറിയം ഇത് പറ്റ നശിച്ച് പോയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് വളമൊക്കെ കൊടുത്ത് ഇപ്പം പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇവിടെ ഇത് പൂ കഴിഞ്ഞതാണെന്ന്. പിന്നെ ഇവിടെയൊക്കെ പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇത് മിനിയേച്ചറാണ് കേട്ടോ. ഇതിപ്പോൾ പൂ അത്ര ഒരു ഉഷാറ് കിട്ടുന്നില്ല, എന്നാലും നമുക്ക് പൂവ് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു സന്തോഷം. ഒക്കെ ചെടി നശിച്ചായിരുന്നു, അപ്പോൾ ഇങ്ങനെ ഉണ്ടായി വരണുള്ളൂ. കണ്ടില്ല, ഇവിടെയൊക്കെ ഇതുണ്ടാകുന്നുണ്ട്. ഇത് നമ്മളിവിടെ പൂവിടുന്നില്ല കേട്ടോ. ഈ വെയിലിൻ്റെ പ്രശ്നമാണ് വെച്ചിട്ട് അവനിപ്പോൾ തണലത്തേക്ക് പല ഭാഗത്തും മാറ്റി വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. തണുപ്പുണ്ടെങ്കിലാണ് അത് പൂവിടുള്ളൂ എന്നെല്ലാവരും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തണുപ്പത്തേക്ക് തന്നെയാണ് ഇത് മാറ്റിയിട്ടുള്ളത്. അത് കഴിഞ്ഞിപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അത് തണുപ്പ് ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച്
പൂവിടാൻ സാധ്യത ഉണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ കണ്ടില്ല, ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നല്ല പൂക്കളുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ പിന്നെ ഇവിടെ ഒരു 7 കളറ് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ എല്ലാം പൂവിട്ടിട്ടൊന്നുമില്ല, ഏകദേശമൊക്കെ പിന്നെ പൂവ് വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ വലിയൊരു പിന്നെ നോട്ടൊന്നും വേണ്ടതിന് കേട്ടോ. ചെറിയൊരു വളമൊക്കെ കൊടുത്ത് നല്ല നന വേണം കേട്ടോ. എപ്പോഴും തണലുള്ള സ്ഥലത്ത് വെക്കുക. നല്ല നനയുണ്ടെങ്കിൽ നമുക്ക് നല്ല പൂക്കൾ കിട്ടും കേട്ടോ. പിന്നെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് ദിവസം ഇതിൻ്റെ പൂക്കൾ നിൽക്കുകയും ചെയ്യും. ഒരുപാട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു തണ്ടുമെന്ന് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയതാണ് ഇത് പൂവുണ്ടാവില്ല. ഇതിങ്ങനെ തുടങ്ങി പൂവുണ്ടായിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ എപ്പോഴും തിമ്മ പൂവാണ് കേട്ടോ. ഇങ്ങനെ വലിയൊരു തണ്ടാണ്. ഇതിങ്ങനെ തണ്ടങ്ങനെ വീഴുമ്പോഴത്തൊരു പുതിയ പിന്നെ ഇത് പൂക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല കേട്ടോ. അതൊരു ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു 4-5 മാസമൊക്കെ അതങ്ങനെ നമ്മൾ ആ തണ്ട് ഒടിയാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം അത് മാസങ്ങളോളം നമുക്കത് നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തുടർന്ന് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.